നോമ്പ് അഞ്ചാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. പീഡാസഹനത്തെക്കുറിച്ചുള്ള 3-ാം പ്രവചനം. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയാകാനിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ലൂക്ക 9:51. തന്റെ പീഡാസഹനത്തെക്കുറിച്ച് അവൻ മുമ്പ് നടത്തിയ 2 പ്രവചനങ്ങളും ഈ ജെറുസലേം യാത്രയ്ക്ക് മുമ്പായിരുന്നു. ലൂക്ക 9:21, 9:43. എന്നാൽ ഇന്നത്തെ 3-ാം പ്രവചനം ജെറുസലേം യാത്രയുടെ അവസാന ദിനങ്ങളിലാണ് അരങ്ങേറുന്നത്. യേശു അനുഭവിച്ച പീഡാസഹനങ്ങൾ യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ദൈവപദ്ധതി പ്രകാരം സംഭവിച്ചതാണ്, പ്രവാചകരിലൂടെ അറിയപ്പെട്ടിട്ടുള്ളതുമാണ്. അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും. ദൈവമാണ് അവനെ ഏൽപ്പിക്കുന്നത്. അതിന് ഇടനിലക്കാരായി കണ്ടെത്തിയത് യഹൂദ നേതൃത്വത്തെയാണ് എന്നു മാത്രം. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. തുപ്പലിൽ നിന്ന് ഞാൻ മുഖം തിരിച്ചില്ല. കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. യെശയ്യാ 50:6-7. 3 പ്രവചനങ്ങൾക്ക് പുറമെ തന്റെ സഹന-പീഡാനുഭവത്തെക്കുറിച്ച് പല പ്രാവശ്യം യേശു തന്റെ ശിഷ്യന്മാരെ അറിയിച്ചിട്ടുള്ളതാണ്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിതപ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയിർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ലൂക്ക 9:22. ഇതെല്ലാം അക്ഷരം പ്രതി അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഹെരോദസ്. ലൂക്ക 23:11. പ്രമാണിമാർ, പടയാളികൾ എല്ലാം വചനപ്രകാരം ഇതിൽ പങ്കാളികളാകുന്നു. ഉയിർപ്പിന് ശേഷവും യേശു ഇക്കാര്യം അവരെ ഓർമ്മപ്പെടുത്തുന്നു. മോശെ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിലും തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. 24:27. എമ്മാവൂസിൽ വെച്ച് യേശു ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. 31. ദൈവം മുൻകൂട്ടി ഒരുക്കിയ നമുക്ക് വേണ്ടിയുള്ള രക്ഷാപദ്ധതിയുടെ ഭാഗമാണ് ജനനം മുതൽ മരണം വരെയുള്ള യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ നിമിഷങ്ങളും സംഭവങ്ങളും. ഇത് വായിച്ചു ഗ്രഹിക്കാൻ മഹാപണ്ഡിതരായ നിയമജ്ഞർക്ക് കഴിഞ്ഞില്ല. അവരുടെ കണ്ണുകളും കാതുകളും മൂടപ്പെട്ടതും ഈ പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നിരിക്കാം. ലൂക്ക 18:34, യോഹന്നാൻ 9:39. യേശുവും സന്തതസഹചാരികളായ ശിഷ്യന്മാരും പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ടും ഇതൊന്നും ഗ്രഹിക്കാത്ത ഭോഷന്മാരായിരുന്നു. ലൂക്ക 24:25. സ്വയം ചോദിക്കുക, ഇതെല്ലാം ഗ്രഹിക്കാൻ പാടില്ലാത്തവണ്ണം ഇപ്പോഴും ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണോ നാമും?